നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയുടെ രണ്ട് കരകളിലായി രണ്ട് ആരാധനാലയങ്ങൾ. ഒന്ന് അമ്പലമാണ്, മറ്റൊന്ന് പള്ളിയാണ്. ചരിത്രമുറങ്ങുന്ന പാലൂർ ശിവക്ഷേത്രമാണ് ഒരു കരയിൽ, പ്രശസ്തമായ വടകര പള്ളിയാണ് പുഴയുടെ മറുകരയിൽ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ചെറിയൊരു ചാറ്റൽ മഴയും നെൽപ്പാടങ്ങളുടെ മനോഹരമായ കാഴ്ചകളും. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ കാരണം നിറഞ്ഞൊഴുകുന്ന ശോകനാശിനി പുഴ പോകുന്ന വഴി പലയിടങ്ങളിലായി കാണാം. പാലത്തുള്ളിയിലുള്ള ചെക്ക് ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ എടുത്തു പറയേണ്ടതാണ്. ഇതെല്ലാം മതിയാവോളം കണ്ട് ആസ്വദിച്ച് നേരെ പോയത് പുഴയുടെ തീരത്തായുള്ള വടകര പള്ളിയുടെ മുന്നിൽ. പാലക്കാട് ജില്ലയിൽ പാലത്തുള്ളിയിലുള്ള വടകര പള്ളിയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോ. പാലക്കാട് ജില്ലയിൽ പാലത്തുള്ളിയിലുള്ള പാലൂർ ശിവക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ. അവിടെ വന്നപ്പോഴായിരുന്നു വടകര പള്ളിയെക്കുറിച്ച് അറിയാനിടയായത്. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് ഇന്നലെ യാത്ര ചെയ്ത അതേ വഴിയിലൂടെയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ചുറ്റും നെൽപ്പാടങ്ങളുള്ള കൊടുമ്പ് ഓലശ്ശേരി വഴിയിലൂടെയാണ് ഈ യാത്ര. ഇടയ്ക്ക് പെട്ടെന്നൊരു ചാറ്റൽ മഴ വന്നു. നെൽപ്പാടങ്ങൾക്കരികിൽ വണ്ടി നിർത്തി ഒരു മരത്തിന് താഴത്തായി മഴ കൊള്ളാത്ത രീതിയിൽ ഈ കാണുന്ന പാടങ്ങളുടെയും കുളത്തിന്റെ എല്ലാം ഭംഗി ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ നിന്നു. മഴ പെട്ടെന്ന് അവസാനിച്ചു. പള്ളിയിലേക്ക് എത്താൻ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നൊരു വഴിയാണത്. ഈ വഴിക്ക് എന്തായാലും പോവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വഴി തെറ്റി അന്വേഷിച്ചപ്പോൾ പാലത്തുള്ളി ജംഗ്ഷൻ വഴി വടകര പള്ളിയിലേക്ക് പോവാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചെറിയൊരു ടൗണാണിത്. പണ്ടെല്ലാം ഇതുവഴി കുറേ തവണ സൈക്കിളിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നിൽ ചെന്നാൽ ഒരു പാലം വരും. അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ബ്രിഡ്ജ് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി നിർത്തിയിട്ട് ഇവിടുത്തെ ചെക്ക് ഡാമിന്റെ കാഴ്ചകളെല്ലാം കാണാം. പാലത്തുള്ളി ഭാഗത്ത് ശോകനാശിനി പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ഒരു ചെക്ക് ഡാമാണത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണ കാരണം പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട്. മുൻപും ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നാണ് പുഴയിൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത്. മുൻപ് ഇതുവഴി വന്നപ്പോഴെല്ലാം പുഴയിൽ വെള്ളം കുറവായിരുന്നു. വെള്ളം കുറവുള്ള സമയത്ത് ആ ചെക്ക് ഡാമിന് മുകളിലൂടെ എല്ലാം നടക്കാൻ കഴിയും. ഈ ഭാഗങ്ങളൊന്നും അധികം ആളുകൾക്ക് അറിയാത്ത കാരണം ഇവിടെയൊന്നും തിരക്കധികം വരാറില്ല. തിരക്ക് വന്നാലും ഈ സ്ഥലം കാണാൻ വരുന്നവർ വേസ്റ്റുകളൊന്നും എറിയാതെ സൂക്ഷിച്ചാൽ ഈ സ്ഥലത്തിന്റെ എല്ലാം ഭംഗി എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവും. ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം വീഴുന്ന കാഴ്ചയുടെ ഭംഗി ആസ്വദിച്ച് അവിടെ നിന്നാൽ സമയം പോകുന്നതേ അറിയില്ല. വടകര പള്ളി എന്നൊരു ബോർഡ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പള്ളിയുടെ അടുത്തേക്ക് പോകേണ്ടത്. രാവിലെ കിട്ടിയ കുറച്ച് ഫ്രീ ടൈമിലാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങളാണ്. ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ റോഡ് കുറച്ച് മോശമാണ്. അധികം സ്പീഡിലൊന്നും ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കാണാൻ ആഗ്രഹിച്ചു വന്ന വടകര പള്ളിയുടെ മുന്നിലെത്തി. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ടാവോ ഇവിടെ തിരക്കൊന്നും കാണുന്നില്ല. വരുന്നതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. ആ വീഡിയോസിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലായി. നല്ല തിരക്ക് വരുന്നൊരു പള്ളിയാണത്. പല പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ പള്ളിയെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് ഇവിടെ എത്താറുണ്ട്. പള്ളിയുടെ അകത്ത് പോയി അവിടെ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം കിട്ടുമോ എന്നൊന്ന് ചോദിച്ചു നോക്കാം. അകത്ത് പോയി ചോദിച്ചു. സാധാരണ അകത്ത് വീഡിയോസ് എടുക്കാനെല്ലാം അനുവദിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ വന്ന ദിവസം അതാണ് പ്രശ്നം. പ്രസിഡന്റും സെക്രട്ടറി എല്ലാം ഒരു മീറ്റിംഗിലാണ്. അവർ വരുന്നവരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം. പാലത്തുള്ളിയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും നെൽപ്പാടങ്ങളാണ്. അടുത്തുകൂടി പുഴയും ഒഴുകുന്നുണ്ട്. നെൽപ്പാടങ്ങളുടെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് പുഴയുടെ അടുത്തേക്ക് പോവാം. ഇവിടെ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേക തരം പൂവാണത്. ഒരു ഫോട്ടോ എടുത്ത് ഗൂഗിൾ ഇമേജസ് വഴി സെർച്ച് ചെയ്തപ്പോൾ ഈ പൂവിന്റെ പേര് കണ്ടെത്താൻ കഴിഞ്ഞു. അഗ്നിശിഖ എന്നാണ് ഈ പൂവിന്റെ പേര്. ഫ്ലെയിം ലില്ലി എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര്. പേര് പിടികിട്ടിയപ്പോഴാണ് എനിക്കും തോന്നിയത്, ശരിക്കും തീ കത്തി നിൽക്കുന്ന പോലുണ്ട് ഈ പൂവ് കാണാൻ. ആ പൂവിന്റെ മൊട്ടാണിത്. ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവാണിത് എന്നാണ് ഗൂഗിളിൽ തപ്പിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇനി പുഴയുടെ അടുത്തേക്ക് പോവാം. പള്ളിയുടെ മുന്നിലായി ഗേറ്റിനടുത്തുകൂടെ ചെറിയൊരു വഴി പോകുന്നുണ്ട്. ഈ വഴി നേരെ പോകുന്നത് പുഴയിലേക്കാണ്. രണ്ട് ഭാഗത്തും മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ചെറിയൊരു ഇരുട്ട് മൂടിയ വഴി. രാവിലെ യാത്ര തുടങ്ങിയപ്പോൾ ചാറ്റൽ മഴയായിരുന്നു. ഇപ്പോൾ വെയിൽ വന്നു തുടങ്ങി. ചുറ്റും മരങ്ങളായ കാരണം നല്ല കാറ്റും തണുപ്പുമാണ് അവിടെ. ഇവിടെ നിന്ന് പള്ളിയുടെ ഒരു ഭാഗം കാണുന്നുണ്ട്. ആ വേലി കെട്ടിയ ഭാഗത്തുള്ളത്
പള്ളിയുടെ കോമ്പൗണ്ടാണ്. പാലത്തുള്ളി പാലൂർ ശിവക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ കണ്ട ആ റെഗുലേറ്റർ ഡാം. ഈ വഴി ആ റെഗുലേറ്റർ ഡാമിലേക്കുള്ള വഴിയാണ്. വരുന്ന വഴിയിൽ ഈ കാണുന്ന പോലെ ഒരു ഭാഗത്തായി മുഴുവൻ മുളകളും ചെടികളെല്ലാമാണ്. നല്ല കാറ്റ് വീശുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇതുപോലുള്ള വഴിയിലൂടെ നടന്നു വരാൻ. നടന്നു വന്ന വഴി ചെന്ന് അവസാനിച്ചത് ഈ പുഴയുടെ മുന്നിലാണ്. റെഗുലേറ്റർ ഡാമിലേക്കുള്ള എൻട്രിയും ഇവിടെ നിന്നാണ്. അത് ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആ കാണുന്ന ശിവക്ഷേത്രത്തിൽ ഇന്നലെ വന്നപ്പോഴായിരുന്നു വടകര പള്ളിയെക്കുറിച്ച് അറിയാനിടയായത്. പുഴയുടെ 2 കരകളിലുള്ള 2 ആരാധനാലയങ്ങളാണ് വടകര പള്ളിയും പാലൂർ ശിവക്ഷേത്രവും. ഈ പുഴ മുറിച്ചു കടന്നു പോവുകയാണെങ്കിൽ പള്ളിയും അമ്പലവും അടുത്തടുത്താണ്. റോഡിലൂടെ വരുമ്പോൾ അമ്പലവും പള്ളിയും തമ്മിൽ നല്ല ദൂരമുണ്ട്. ഈ റെഗുലേറ്റർ ഡാം ഇവിടെ ഉള്ള കാരണം വെള്ളത്തിൻ്റെ അളവെല്ലാം ഇവിടെ നോക്കി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുള്ളൊരു സമയമാണ്. വേനൽക്കാലത്ത് വെള്ളം കുറവാകുമ്പോൾ പുഴ മുറിച്ചു കടന്ന് ഇങ്ങോട്ട് നടന്നു വരാൻ കഴിയും. ഒന്നുകൂടി ഒന്ന് പോയി നോക്കാം. മീറ്റിംഗ് കഴിഞ്ഞെങ്കിൽ അകത്തുപോയി അനുവാദം ചോദിക്കാം. അന്വേഷിച്ചപ്പോൾ മീറ്റിംഗ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഞാനും എന്ന ചെറിയൊരു ധൃതിയിലായ കാരണം അധിക സമയം ഇവിടെ നിൽക്കാൻ കഴിയില്ല. എന്തായാലും അകത്ത് ഓഫീസറുണ്ട്, അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പള്ളിയുടെ ഭാരവാഹികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ഓർഫനേജ് ഉണ്ട്. അവർക്ക് വേണ്ട ആഹാരവും പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ സമൂഹ വിവാഹങ്ങളും ഇവിടെ നടത്തി കൊടുക്കാറുണ്ട്. വെറും കൈയോടെയല്ല കല്യാണം കഴിഞ്ഞവരെ പറഞ്ഞു വിടാറ്. ചെറിയ അളവിലൊരു സ്വർണം അവർക്ക് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ വന്ന് കേട്ടറിഞ്ഞതാണ്. ഒരുപാടല്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ഞാനും അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും പള്ളിയെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങളെല്ലാം പ്രസിഡന്റിനെ കാണുവാണെങ്കിൽ ചോദിച്ചറിയാമായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം അവർ കുറച്ച് തിരക്കിലായിപ്പോയി. എന്തായാലും ഇനിയും ഇടയ്ക്കിടെ ഞാൻ ഇവിടെ വരും. ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാവണം. അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഈ വടകര പള്ളി. സഹായം ചെയ്യുമ്പോൾ ജാതിയോ മതമോ ഒന്നും ഇവർ നോക്കാറില്ല. മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള കഴിവ് തന്നെയാണത്. കുറച്ച് സമയം കൂടി അവരെ കാണാനായി, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനായി കാത്തു നിൽക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും എനിക്കും തിരിച്ചു പോകാൻ സമയമായി. ഇനി നിന്നാൽ ഞാനും ലേറ്റ് ആവും. അത് കാരണം തൽക്കാലത്തേക്ക് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവാണ്. ഇനിയും ഉറപ്പായി ഇവിടെ വരും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.